കണ്ണൂർ റേഡിയമായിരുന്ന നവീൻ ബാബു അതിദാരുണമായ വിധത്തിൽ മരണപ്പെട്ടു. ഞാൻ മരണപ്പെട്ടു എന്ന് പറയുന്നത് കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് ആദ്യം മുതൽ സംശയമുള്ള ഒരാളാണ് ഞാൻ. അതിന് നിരവധി കാരണങ്ങളുണ്ട്. പക്ഷെ ഇപ്പം അതിന് പുതിയ വഴിത്തിരിവ് വന്നിരിക്കുന്നു. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അതിന് വഴിത്തിരിവ് കുടുംബം, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. കേസ് CBI അന്വേഷണം വേണമെന്ന്. ഇതിന് പല മാനങ്ങളുണ്ട്. ഒന്നാമതായി, ഇതിൻ്റെ ആത്മഹത്യാ ആംഗിളിൽ നിന്ന് മാത്രമേ ഇതുവരെ പോലീസ് അന്വേഷിച്ചിട്ടുള്ളൂ. അപ്പോൾ ആത്മഹത്യാ പ്രേരണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായോ, ദിവ്യയുടെ ഭാഗത്തുനിന്നുണ്ടായോ എന്നതാണ് കേസ്. എൻ്റെ ഒരു അനുഭവത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് വളരെ 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 അപൂർവമാണ്. കാരണം അത് തെളിയിക്കുക വലിയ പാടാണ്. ഗൂഢാലോചന എന്ന് പറയുന്ന പോലെ 120B ഗൂഢാലോചന നമ്മൾ പറയും, പഴയ 120B. ആ 120B തെളിയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പ്രേരണ. കാരണം ഇദ്ദേഹം വളരെ ഉത്തരവാദപ്പെട്ട ഒരു ജോലി വഹിച്ചിരുന്ന ഒരാളാണ്. ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട് അദ്ദേഹം ഉടനെ ആത്മഹത്യ ചെയ്യുമോ? ഈ ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ അന്വേഷണത്തിൽ ആത്മഹത്യാ പ്രേരണ തെളിയിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ ഇത് ആത്മഹത്യയാണോ എന്ന സംശയമാണ് കുടുംബത്തിനുമുള്ളത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇത് കൊലപാതകമാണ് എന്ന് സംശയിച്ച പലരും ഉണ്ട്. അതിന് നിരവധി കാരണങ്ങൾ. ഏറ്റവും നല്ല ഉദാഹരണം, ഇദ്ദേഹം വണ്ടിയിൽ കയറുകയും തിരിച്ചിറങ്ങുകയും ചെയ്തു എന്നൊരു വാദമുണ്ട്. ആര് വിളിച്ചിട്ടാണ് ഇദ്ദേഹം തിരിച്ചിറങ്ങിയത്? ആ നമ്പർ അന്വേഷിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യയാണെങ്കിൽ തന്നെ അതിനുള്ള കാരണം മനസ്സിലാവും. ഇദ്ദേഹത്തിന് പകുതി വഴിക്ക് വിട്ടു എന്നാണ് ഡ്രൈവർ പറയുന്നത്. യഥാർത്ഥത്തിൽ പകുതി വഴിക്കല്ല, സ്റ്റേഷനിലാണ് വിട്ടേ എന്നൊരു വാദമുണ്ട്. അപ്പോൾ ഡ്രൈവറുടെ മൊബൈൽ ഫോണും ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൻ്റെ റേഞ്ചൊക്കെ പരിശോധിച്ചാൽ നമുക്കത് കിട്ടും. മൂന്നാമത്തെ കാര്യം, ഇദ്ദേഹം വീട്ടിൽ വന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് മരണം സംഭവിക്കുന്നത്. അത് ഇങ്ങനെ കുറേ നേരം ആലോചിച്ചിരിക്കുമോ? നാലാമത്തെ വിഷയം, താൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് സ്വന്തം കുടുംബത്തോടെങ്കിലും അദ്ദേഹം പറയും, വെറുതെ രാവിലെ വന്ന് കാത്തു നിൽക്കണ്ട. അദ്ദേഹം കുടുംബത്തിന് വിരുദ്ധന ഒരാളല്ല. രാവിലെ 4 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒരുപക്ഷെ ഈ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ വന്ന് പടി പോലെ കാത്തു നിൽക്കേണ്ട ഒരു കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് വിളിച്ച് പറഞ്ഞിട്ടില്ല. അത് വേറെന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതിയല്ലോ. മരിക്കാൻ പോകണമെന്ന് പറയണ്ട, ഞാൻ നാളെ വരില്ല, മറ്റേ അടുത്ത വണ്ടിക്കേ വരുള്ളൂ എന്ന് പറഞ്ഞാലും മനസ്സിലാവും. മറ്റൊന്ന്, ഈ ഡ്രൈവർ എന്ന് പറയുന്ന കൊണ്ടുവിട്ട ആൾ പുറത്തു വന്ന് കുറേ നേരം കറങ്ങി വന്നു. ഇദ്ദേഹത്തിൻ്റെ വാതിൽ തുറന്നു കിടന്നിരുന്നു. വാതിൽ തുറന്ന് ആരും ആത്മഹത്യ ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ വാതിൽ അകത്തു നിന്ന് അടച്ച ആത്മഹത്യ എന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള സാധാരണ. ഇവിടെ വാതിൽ തുറന്നു കിടന്നിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇയാൾ വന്നിട്ട് അകത്ത് കയറുന്നില്ല. ഡ്രൈവർ അകത്ത് കയറുന്നില്ല എന്ന് പറഞ്ഞാൽ ഡ്രൈവർക്ക് എന്താ, ഇത്രയും പരിചയമുള്ള ഒരാൾക്ക് അകത്ത് കയറി എന്താ സാറേ, എപ്പോഴാണ് പോകേണ്ടത്, വല്ലതും ഉണ്ടോ, വണ്ടി ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാമല്ലോ. ഡ്രൈവർ അകത്ത് കയറാതെ പുറത്ത് നിൽക്കുകയും വേറൊരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി അവിടെ അകത്തേക്ക് അയാളുടെ കൂടി സാന്നിധ്യത്തിൽ അകത്ത് കയറുകയും ചെയ്തു. അപ്പോൾ ഡ്രൈവർക്ക് അറിയാമായിരുന്നു ഇദ്ദേഹം മരിച്ചിട്ടുണ്ട് എന്ന്. ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം എവിടെയും എത്താൻ സാധ്യതയില്ല എന്ന് സാധാരണ മനുഷ്യർക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുടുംബത്തിന് ബോധ്യമായിരിക്കും. അന്നത്തെ ഒരു ബഹളം കഴിഞ്ഞു, ദിവ്യയ്ക്ക് ജാമ്യം കിട്ടി, അവർ വീട്ടിൽ പോയി. അവരെ വേണമെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിന്ന് മാറ്റി, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറ്റി, പാർട്ടിയിൽ ഒരു തരം താഴ്ത്തി. ഇതുകൊണ്ടൊന്നും ആ കുടുംബത്തിന് നീതി കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം, അവിടെ തന്നെ ഒരു ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളെ ഒരിക്കൽ മാറ്റിയതാണ്. വളരെ മോശപ്പെട്ട പെരുമാറ്റത്തിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക വരെ ചെയ്തു. പിന്നെ നമ്മൾ കാണുന്ന അയാൾ സംസ്ഥാന കമ്മിറ്റിയിൽ കയറി വരുന്നതാണ്. അയാളിപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതൊന്നും പാർട്ടിയിൽ വലിയ വിഷയമല്ല. തരം താഴ്ത്തി എന്നുള്ള ഒന്നും ഒരു ശിക്ഷയല്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശിക്ഷയല്ല. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ അവരെ വേണമെങ്കിൽ ധർമ്മടത്തുനിന്നോ വേറെ എവിടെന്നെങ്കിലുമൊക്കെ അസംബ്ലിയിൽ മത്സരിപ്പിച്ച് ജയിപ്പിക്കും. നമ്മളൊക്കെ മറന്നുപോകും. ഈ മലയാളികളുടെ ഒരു ഗുണം അതാണ്, വളരെ പെട്ടെന്ന് നമ്മൾ മറക്കും, പൊതുസമൂഹം, പ്രത്യേകിച്ച് മധ്യവർഗം. അതുകൊണ്ട് അത് തണുപ്പിക്കുക എന്നൊരു വിഷയം മാത്രമാണ് ഇതുവരെ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യം ഇപ്പോൾ കുടുംബത്തിന് ബോധ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെട്ട്, കൊലപാതകമടക്കമുള്ള വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളതെന്നാണ് നമ്മൾ അറിയുന്നത്. ഒന്ന് ഇതാണെങ്കിൽ മറ്റൊരു വശമുണ്ട്. ആ കുടുംബം 100% പാർട്ടിയോട് അങ്ങേയറ്റം കമ്മിറ്റഡായ കുടുംബമാണ്. നമുക്കറിയാം, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പോലും ആ കുടുംബത്തിനൊപ്പം നിന്നത് പാർട്ടി കുടുംബമായതുകൊണ്ടാണ്. നവീൻ ബാബു അവരുടെ ട്രേഡ് യൂണിയൻ്റെ, അവരുടെ സർവീസ് സംഘടനയുടെ വളരെ ഉയർന്ന നേതാവായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോൾ ഏറ്റവും ശക്തമായി എതിർത്തത് അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷ സംഘടനയും അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പാർട്ടിക്കാരുമാണ്. ഒരിക്കലും അത് പറയാൻ പാടില്ല. റവന്യൂ മന്ത്രി പോലും ഇത് പറഞ്ഞു. അപ്പോൾ പ്രശ്നം എന്താ? ഇത്രയൊക്കെ ഉണ്ടായിട്ടും കേരള പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നതിനർത്ഥം. അതുകൊണ്ടാണ് CBI അന്വേഷിക്കണം എന്ന് പറയുന്നത്.
കേരള പോലീസിനേക്കാൾ പ്രത്യേകിച്ച് ഒരു മേന്മയൊന്നും സി ബി ഐക്ക് ഇല്ല. എന്താ സി ബി ഐയും കേരള പോലീസും തമ്മിൽ വ്യത്യാസം? വളരെ കൃത്യമാണ്. ഒന്ന് കേരള സർക്കാരിന് കീഴിലുള്ളതാണ്, മറ്റൊന്ന് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ്. കേരള സർക്കാരിന് കീഴിലുള്ള ഏജൻസി അന്വേഷിച്ചാൽ തെളിവ് കിട്ടില്ല എന്ന് അവർക്ക് ബോധ്യം വന്നതുകൊണ്ടായിരിക്കണം അവർ പോയത്, അല്ലെങ്കിൽ അവർ പോകേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് പോലും പിണറായി സർക്കാരിൻ്റെ പോലീസിനെ കുറിച്ച്, അവരുടെ നിലപാടുകളെക്കുറിച്ച്, പോലീസിൻ്റെ ശേഷിയെക്കുറിച്ച്, ശേഷിയുമാവാം അല്ലെങ്കിൽ അതിനുമേലുള്ള സമ്മർദ്ദവുമാവാം, ഏതായാലും അത് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. ഇതിന് സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ. കാരണം സർക്കാരിനെ വിശ്വാസമില്ലാത്ത, ആദ്യം പറഞ്ഞതെന്താ, എം വി ഗോവിന്ദൻ പോയി പറഞ്ഞു ഞങ്ങൾ കുടുംബത്തിനൊപ്പമാണ്, മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ കുടുംബത്തിനൊപ്പം. മുഖ്യമന്ത്രി ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ. പക്ഷേ എം വി ഗോവിന്ദൻ്റെ ഭാര്യ നേരെ പോയി ദിവ്യയെ ജയിലിൽ നിന്ന് സ്വീകരിച്ച് ജിങ്കുലാബ് പൊളിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ രണ്ട് സൈഡിലുണ്ട്, ഇരയോടൊപ്പമുണ്ട്, വേട്ടക്കാരനോടൊപ്പമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ കുറ്റം പറയാൻ പറ്റില്ല പോലീസിൽ. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്, ആ പോലീസ് ഈ കേസ് തെളിയിക്കില്ല എന്ന് ആ അമ്മയ്ക്ക് ബോധ്യം വന്നിരിക്കുന്നു. ഇനി ഹൈക്കോടതിയാണ് തെളിയിക്കേണ്ടത്. ഈ കേസിൽ എത്രത്തോളം അന്വേഷണം മുമ്പോട്ട് പോയി എന്നുള്ള കാര്യം ഹൈക്കോടതി ചോദിക്കും ഗവൺമെൻറ്റിനോട്. ഗവൺമെൻറ് സമ്മതിക്കുകയാണ് സി ബി ഐക്ക് പൊക്കോട്ടെ എന്ന് പറഞ്ഞാൽ സി ബി ഐക്ക് വിടും. ഗവൺമെൻറ് അങ്ങനെ സമ്മതിക്കാതിരിക്കാനും ഗവൺമെൻറ് ബുദ്ധിമുട്ടാണ്. കാരണം സമ്മതിച്ചില്ല എങ്കിൽ ഇത് അട്ടിമറിക്കാനാണെന്നുള്ള വാദം വരും. സമ്മതിച്ചാൽ പിന്നെ സി ബി ഐ അല്ലേ. ഞാൻ സി ബി ഐയുടെ വക്താവൊന്നുമല്ല കേട്ടോ. സി ബി ഐ ഏത് കേസും അന്വേഷിച്ച് ഉടനെ കണ്ടെത്തും. മമ്മൂട്ടിയൊന്നുമല്ല, അയ്യർ ഒന്നുമല്ല സി ബി ഐയുടെ ഇരിക്കുന്നത്. എനിക്ക് നിരവധി കേസുകളുടെ അനുഭവമുണ്ട് സി ബി ഐ എവിടെ എത്താത്തത്. വാളയാർ കേസിലെ അനുഭവമുണ്ട്, അതുപോലെ ശശീന്ദ്രൻ കേസിലെ അനുഭവമുണ്ട്, മറ്റ് നിരവധി കേസുകൾ. ഇപ്പോൾ അഭയ കേസിൽ തന്നെ എത്രാമത്തെ കുറ്റപത്രത്തിലാണ് സി ബി ഐ വന്നത്. അപ്പോൾ ചുരുക്കത്തിൽ സി ബി ഐ കൊണ്ടത് ഫലപ്രദമാവുമെന്നില്ല. ഏതായാലും കുടുംബത്തിന് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിച്ചാൽ മാത്രമേ സത്യം തെളിയൂ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്, അതിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്ക് നാണക്കേടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള വെല്ലുവിളിയാണ് എന്ന് ഞാൻ കാണുന്നു. കേരള പോലീസ് അന്വേഷിച്ചാൽ ഉത്തരം കിട്ടില്ല എന്ന് മാത്രമല്ല, ഭാവിയിൽ ഇതിന് വേറെ ഏതെങ്കിലും ഏജൻസി അന്വേഷിക്കുമ്പോൾ തെളിവുകൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ കുറേയധികം ഒഫീഷ്യൽ തെളിവുകൾ ഉണ്ടാവും, ഫോൺ രേഖകൾ ഉണ്ടാവും. ഫോൺ രേഖകൾ വളരെ നിർണായകമാണ് ഇവിടെ. അപ്പോൾ അത്തരം തെളിവുകൾ ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞതുപോലെ കളക്ടറൊക്കെ അങ്ങോട്ട് മാറാം ഇങ്ങോട്ട് മാറാം. ഉദ്യോഗസ്ഥർ എപ്പോഴും ഭരണകൂടത്തിനൊപ്പം നിൽക്കാം. ഉദ്യോഗസ്ഥർ നാളെ സാക്ഷി മാറ്റി പറയാം. അങ്ങനെ വന്നാൽ ഈ കേസ് തുമ്പില്ലാതെ പോകും എന്നവർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് കൂടിയാവണം സി ബി ഐ അന്വേഷണം വേണം എന്നവരാവശ്യം.